മറ്റ് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫിലും അയൽ അറബ് രാജ്യങ്ങളിലും ശനിയാഴ്ച റമദാൻ വ്രതാരംഭം. ഷബാൻ 29 ഇന്ന് രാജ്യത്തെവിടെയും മാസപ്പിറവി കാണാത്തതിനെ തുടർന്ന് സൗദി സുപ്രീം കോടതിയാണ് വ്രതാരംഭം ശനിയാഴ്ചയെന്ന് പ്രഖ്യാപിച്ചത്. അതേസമയം ഒമാനിൽ റമദാൻ ആരംഭം എന്നാണെന്ന് നാളെ മാത്രമേ പ്രഖ്യാപിക്കൂ. കൂടുതൽ വിവരങ്ങൾ നൽകാൻ റബി മുഹമ്മദ് ഉണ്ട് റിയാദിൽ നിന്നും. റബി, റമദാനെ വരവേൽക്കാൻ സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ എങ്ങനെ ഒരുങ്ങുന്നു? വിശുദ്ധ മാസമായ റമദാനിനുള്ള സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും സൗദിയിലെയും മറ്റ് അറബ് ഗൾഫ് രാജ്യങ്ങളിലെയും വിശ്വാസ ലക്ഷങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് ഷാബാൻ 29 അതുകൊണ്ട് തന്നെ മാസപ്പിറവി കാണാൻ സാധ്യതയുണ്ടായിരുന്നു. ഒമാനിൽ ഇന്ന് 28 അതുകൊണ്ട് തന്നെ ഇന്ന് മാസപ്പിറവി കാണാൻ സാധ്യതയില്ല. നാളെ മാത്രമേ അതിനൊരു സാധ്യതയുള്ളൂ. സൗദി ഉൾപ്പെടെയുള്ള എല്ലാ മറ്റ് രാജ്യങ്ങളിലെല്ലാം തന്നെ മാസപ്പിറവി ദർശിക്കാൻ വിപുലമായ സൗകര്യമൊരുക്കിയിരുന്നു. നേരത്തെ തന്നെ സൗദിയിൽ പ്രത്യേകിച്ചും റിയാദിന് അടുത്തുള്ള ഷിക്ര അതുപോലെ തന്നെ സുദൈർ പോലുള്ള സ്ഥലങ്ങളിലാണ് സ്ഥിരമായി മാസപ്പിറവി ദർശിക്കാറുള്ളത്. അവിടങ്ങളിൽ ഇന്ന് മാസപ്പിറവി കാണാൻ സാധ്യത ഇല്ല എന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കനത്ത പൊടിക്കാറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലും തബൂക്ക് ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ മറ്റ് പ്രദേശങ്ങളിലൊന്നും തന്നെ ഇന്ന് മാസപ്പിറവി കണ്ടതായി സ്ഥിരീകരിച്ച ഒരു വിവരവും ഒരു റിപ്പോർട്ടും സൗദിയിലെ കോടതികൾക്കോ മറ്റ് ഗവൺമെന്റുകൾക്കോ ലഭിച്ചില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ ഷാബാൻ 30 പൂർത്തീകരിക്കാനും ശനിയാഴ്ച റമദാനിലൊന്നായി പരിഗണിക്കാനും തീരുമാനമായത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയം മുമ്പ് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. സൗദി സുപ്രീം കോടതിയുടെ പ്രഖ്യാപനം വന്നതോടുകൂടി മറ്റ് ഗൾഫ് രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും എല്ലാം തന്നെ ഈ തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു. മറ്റ് രാഷ്ട്രങ്ങളിലും നാളെ ഷാബാൻ 30 തന്നെയായിരിക്കും. റബി, ഒപ്പം പുണ്യനഗരങ്ങളായ മക്കയിലും മദീനയിലും വിശ്വാസികളെ വരവേൽക്കാൻ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? മക്കയിലും മദീനയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികൾ റമദാൻ കാലയളവിൽ ഉംറ നിർവഹിക്കാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനുമായി എത്തിച്ചേരും. മക്കയിൽ ആണ് കൂടുതൽ തീർത്ഥാടകരെത്തുക. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. വിപുലമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും വിശ്വാസികൾക്ക് നമസ്കരിക്കാനും അതുപോലെ തന്നെ മറ്റ് പ്രാർത്ഥനകളിൽ ഏർപ്പെടുന്നതിനും നോമ്പ് തുറക്കുന്നതിനുള്ള വിപുലമായ സൗകര്യങ്ങളുണ്ട്. പ്രധാനമായും ഉംറ നിർവഹിക്കാനെത്തുന്ന തീർത്ഥാടകർക്ക് മസ്ജിദുൽ ഹറാമിൽ തവാഫ് നിർവഹിക്കുന്നതിന് വേണ്ടി മസ്ജിദുൽ ഹറാമിന്റെ തവാഫിൽ കഅബ പ്രദക്ഷിണം ചെയ്യുന്ന ഭാഗത്ത് 5 നേരത്തെ നമസ്കാരത്തിന് മാത്രമേ അനുവാദം ഉണ്ടാകുന്നു. മറ്റ് നമസ്കാരങ്ങൾക്കോ നോമ്പുകൾക്കോ സൗകര്യം നൽകേണ്ടതില്ല എന്ന് ഇതിനകം തീരുമാനിച്ചിട്ടുണ്ട്. മുഴുവൻ വിശ്വാസികൾക്കും അവർ കഅബ പ്രദക്ഷിണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. അതോടൊപ്പം തന്നെ മക്കയുടെ വിവിധ ഭാഗങ്ങളിൽ തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. മസ്ജിദുൽ ഹറാമിന് അകത്തും പുറത്തുമെല്ലാം വിപുലമായ സൗകര്യങ്ങളുണ്ട്. വിശ്വാസി ലക്ഷങ്ങൾക്ക് നോമ്പ് തുറക്കാൻ ലക്ഷക്കണക്കിനായ തീർത്ഥാടകർക്ക് നോമ്പ് തുറക്കുന്ന എല്ലാ സൗകര്യങ്ങളും മക്കയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ മദീനയിലും വിപുലമായ ഒരുക്കങ്ങൾ ആഴ്ചകൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. അതും ഏറ്റവും അവസാന ഘട്ടത്തിൽ തന്നെയാണ്. എല്ലാ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന വിശ്വാസികൾക്ക് അവർക്ക് പ്രാർത്ഥിക്കാനും മറ്റു കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും നോമ്പ് തുറക്കുന്നതിനും വേണ്ടിയുള്ള സൗകര്യങ്ങൾ മക്ക മദീന ഉൾപ്പെടെയുള്ള പ്രധാന പുണ്യ നഗരങ്ങളിൽ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ സൗദിയുടെ ഇതര ഭാഗങ്ങളിൽ വിശ്വാസികൾക്ക് നോമ്പ് തുറക്കുന്നതിനുള്ള വിപുലമായ സൗകര്യങ്ങളുണ്ട്. ഇതര ഗൾഫ് രാജ്യങ്ങളിലും പ്രത്യേകിച്ചും പള്ളികളോടും ചേർന്നുകൊണ്ടും മനാബിയും ഇഫ്താർ ടെന്റുകൾ സജീവമായി കഴിഞ്ഞു. നാളെ രാത്രി മുതൽ റമദാനിലെ പ്രത്യേക രാത്രി നമസ്കാരമായ തറാവീഹ് നമസ്കാരം ആരംഭിക്കും. അതോടൊപ്പം അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളും വിപുലമായ സൗകര്യങ്ങൾ കുടുംബ സമേതം പള്ളികളിലെത്തി പ്രാർത്ഥന നിർവഹിക്കാനുള്ള അവസരമുണ്ട്. അതോടൊപ്പം തന്നെ നോമ്പ് തുറക്കും വിപുലമായ സൗകര്യങ്ങളുണ്ട്. യാത്രക്കാരായ ആളുകൾക്ക് വഴിയോരങ്ങളിൽ പ്രത്യേക ടെന്റുകളും അതുപോലെ തന്നെ താൽക്കാലിക കേന്ദ്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കടുത്ത വേനലിലാണ് തവണ റമദാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ ഡോക്ടർമാരും നിർദ്ദേശം നൽകുന്നുണ്ട്. നീണ്ട പകൽ 14-15 മണിക്കൂറോളം വരുന്ന പകൽ സമയമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ശ്രദ്ധയും കരുതലുകളും വേണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ഇന്നു മുതൽ സൗദി സിലബസിലുള്ള സ്കൂളുകൾ അടച്ചു കഴിഞ്ഞു. ഇനി പെരുന്നാളിന് ശേഷമേ അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ. എന്നാൽ വിദേശ സിലബസ് സ്കൂളുകൾ റമദാനിലും പ്രവർത്തിക്കുന്നുണ്ട്. നോമ്പിന് ശേഷം മാത്രമേ അത്തരം സ്ഥാപനങ്ങളിൽ വെക്കേഷൻ ആരംഭിക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട നടപടികൾ സൗദി അറേബ്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. റമദാൻ അവസാനിക്കുന്നതോടുകൂടി പൊതുമാപ്പിന്റെ കാലയളവും തീരും. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും സജീവമാക്കിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾക്ക് ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതോടെ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടുതൽ സേവനത്തിനെത്തും. അതിനും അവരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളും ആഭ്യന്തര മന്ത്രാലയം പാസ്പോർട്ട് വിഭാഗം ഒക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. രാവിലെ
5 മണി മുതൽ തന്നെ ഇത്തരം കേന്ദ്രങ്ങൾ തുറക്കും. അതുപോലെ തന്നെ രാത്രിയിലും ഇതിന്റെ സേവനങ്ങൾ ഉണ്ടാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളിൽ ശനിയാഴ്ച റമദാൻ വ്രതാരംഭം. റമദാനെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. വിവരങ്ങളാണ് റബി മുഹമ്മദ് നൽകിയത്. വിശുദ്ധ റമദാൻ മുൻനിർത്തി അജ്മാനിൽ 95 തടവുകാർക്ക് മോചനം. അജ്മാൻ ഭരണാധികാരി ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുഐമിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിട്ടത്. സെൻട്രൽ ജയിലിൽ കഴിയുന്ന 187 തടവുകാരെ വിട്ടയക്കാൻ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയും ഉത്തരവിട്ടു. റമദാൻ മാസത്തെ വരവേൽക്കുന്നതിനായി മുസ്ലിം സമൂഹം ഒരുങ്ങിക്കഴിഞ്ഞു. പള്ളികളും വീടുകളും വൃത്തിയാക്കി റമദാനിനായി വിശ്വാസികൾ തയ്യാറായി. ഇനി പ്രാർത്ഥനകളുടെയും ത്യാഗത്തിന്റെയും ഒരു മാസക്കാലം. ആത്മവിശുദ്ധിയുടെ ദിനരാത്രങ്ങളാണ് റമദാൻ. തന്റെ നാഥന്റെ മുന്നിൽ പ്രാർത്ഥനാനിരതമായ മനസ്സുമായി രാവും പകലും നിലകൊള്ളുന്ന നാളുകൾ. അതിനാൽ തന്നെ സൃഷ്ടാവ് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകുന്ന 30 ദിനരാത്രങ്ങളെ വരവേൽക്കാനായി ഇസ്ലാം മതവിശ്വാസികൾ ഒരുങ്ങിക്കഴിഞ്ഞു. മാനസികമായി വ്രതത്തിനൊപ്പം തറാവീഹ് നമസ്കാരമടക്കമുള്ള പ്രാർത്ഥനകൾക്കുമുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വാസി സമൂഹം. റമദാനിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരുക്കം എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള ഒരു ഒരുക്കം കൂടിയാണ്. ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസനായി മാറാൻ, എൻ്റെ പ്രാർത്ഥന ദൈവം തമ്പുരാൻ കേൾക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യാനുള്ള ഒരുക്കമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കം. ഒപ്പം വീടുകളും പരിസരവും കൂടുതൽ വൃത്തിയാക്കിയും പുണ്യങ്ങളുടെ മാസത്തെ സ്വാഗതം ചെയ്യുന്നു. പാതിരാ നമസ്കാരത്തിനും ഇഫ്താറുകൾക്കുമായി പള്ളികളും ഒരുങ്ങി. നോമ്പാരംഭിക്കുന്ന സുബഹി ബാങ്കിനും നോമ്പ് അവസാനിക്കുന്ന മഗ്‌രിബ് ബാങ്കിനുമായാണ് ഇനിയുള്ള വിശ്വാസികളുടെ കാത്തിരിപ്പ്. സാജിദ് അജ്മൽ, മീഡിയ 1, കോഴിക്കോട്. പുസ്തകങ്ങളെ ഭരണാധികാരികൾ ഭയപ്പെടുന്നതായി കവിയും എഴുത്തുകാരനുമായ കെ സച്ചിദാനന്ദൻ റിയാദിൽ പറഞ്ഞു. കേളി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലുള്ള ചില്ലയുടെ സാഹിത്യ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ചില്ല സാഹിത്യ സംവാദ സദസ്സ് ഒരുക്കിയത്. കവിതയും പ്രതിരോധവും രാഷ്ട്രീയവും സാംസ്കാരിക പ്രവർത്തനവും വർത്തമാനകാല ഇന്ത്യയിൽ തുടങ്ങി വ്യത്യസ്ത വിഷയങ്ങളിലൂടെ കടന്നുപോകുന്നതായിരുന്നു 3 ദിവസം തുടർന്ന സംവാദവേദി. ഭരണാധികാരികൾ എന്നും അക്ഷരങ്ങളെ ഭയപ്പെടുന്നവരാണ്. അതുകൊണ്ടാണ് ലോകചരിത്രത്തിൽ പലപ്പോഴും ഗ്രന്ഥശാലകൾ ചുട്ടരിക്കപ്പെട്ടതെന്നും പരിപാടിയിൽ മുഖ്യാതിഥിയായെത്തിയ കെ സച്ചിദാനന്ദൻ ചൂണ്ടിക്കാണിച്ചു. പുസ്തകങ്ങളെ ഭരണാധികാരികൾ എല്ലാ കാലത്തും ഭയപ്പെട്ടു പോകുന്നു എന്നതാണ് അത്. കാരണം പുസ്തകങ്ങൾ നമുക്ക് നൽകുന്നത് ആശയങ്ങളും വിചാരങ്ങളും നമ്മെ പ്രകോപിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ചിന്തകളുമാണ്. ഈ ചിന്തകൾക്ക് തീപിടിക്കുമ്പോഴാണ് മനുഷ്യർ ലോകത്തെ മാറ്റാൻ തീരുമാനിക്കുന്നത്. കേളി രക്ഷാധികാരി കെ.ആർ. ഉണ്ണികൃഷ്ണൻ സച്ചിദാനന്ദന് ചില്ലയുടെ ഉപഹാരം കൈമാറി. നൌഷാദ് കോർമോത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജയചന്ദ്രൻ നെറുവമ്പ്രം, എം. ഫൈസൽ, മുഹമ്മദ് കുഞ്ഞ് വള്ളിക്കുന്നം, ജോസഫ് അതിരുങ്കൽ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. മലയാള കവിതകൾ ചൊല്ലിയും പറഞ്ഞും ആടിയും അവതരിപ്പിച്ച ചൊല്ലിയാട്ടം എന്ന സവിശേഷ പരിപാടിയും പ്രവാസി സാഹിത്യ ആസ്വാദകർക്ക് പുതുമയുള്ളതായി. മീഡിയ 1, റിയാദ്. സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്ററുടെ നിത്യഹരിത ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ച രവീന്ദ്രം എന്ന പേരിൽ ഫുജേറയിൽ സംഗീത പരിപാടിക്ക് ഒരുക്കങ്ങൾ തുടങ്ങി. ഒക്ടോബർ 6-ന് ഫുജേറ ഖലീഫ ഹാളിലാണ് ഈ സംഗീത വിസ്മയം നടക്കുക. 20 വർഷമായി ഫുജൈറയിലെ കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഫല, ഫുജൈറ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രോഗ്രാം നടക്കുക. ലോകമെമ്പാടുമുള്ള രവീന്ദ്ര സംഗീത ആസ്വാദകർക്കായി മാസ്റ്ററുടെ കുടുംബത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന വേൾഡ് ടൂറിന്റെ തുടക്കം കൂടിയായിരിക്കും ഈ പ്രോഗ്രാമെന്നും ഫല മുഖ്യ രക്ഷാധികാരിയും ഫുജൈറ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് പ്രസിഡന്റുമായ ഡോക്ടർ പുത്തൂർ റഹ്മാൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ സമയങ്ങളിലാണ് ഫല പോയിട്ട് സാംസ്കാരിക സംഘടന ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രസക്തി ഞാൻ നിങ്ങളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. രവീന്ദ്രൻ മാസ്റ്ററുടെ പേരിലുള്ള പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനവും വാർത്താസമ്മേളനത്തിൽ നടന്നു. യേശുദാസ്, കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, കീരവാണി എന്നിവർക്കാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം. മികച്ച ഗായികയായി ശ്വേതാ മോഹനാണ് ചിത്രമായി. നജീം അർഷാദ്, ശ്വേതാ മോഹൻ, വിഷ്ണു വിജയ്, ഷിബു ചക്രവർത്തി, രാഹുൽ രാജ്, ശ്രേയ ജയദീപ്, ചേർത്തല രാജേഷ് എന്നിവരാണ് അവാർഡിന് അർഹരായ മറ്റുള്ളവർ. സംസ്ഥാന സർക്കാരിൻ്റേത് മാറ്റി നിർത്തിയാൽ സംഗീതത്തിന് മാത്രമായി ഒരു സംഘടന വർഷം തോറും നൽകുന്ന ഏക അവാർഡ് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്.
രവീന്ദ്രൻ സംഗീത പരിപാടി വേറിട്ട ഒന്നായിരിക്കുമെന്ന് ഷോയുടെ സംവിധായകൻ കൂടിയായ റോബിൻ തിരുമൂല പറഞ്ഞു. PK അൻവർ നഹ, സഞ്ജീവ് VA, സവാദ് യൂസുഫ്, AK നജീം, സുബകൻ തങ്കപ്പൻ, നാസറുദ്ദീൻ, യാസിർ ഹമീദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മീഡിയ 1 ദുബൈ. ഖത്തർ ന്യൂസ് ഏജൻസിയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി പറഞ്ഞു. ഖത്തറിനെ ലക്ഷ്യം വെച്ച് നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇതിനെ കാണുന്നത്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളുമായോ അമേരിക്കയുമായോ ഉള്ള ഖത്തറിന്റെ സൗഹൃദത്തെ ഇത് ബാധിക്കില്ലെന്നും അദ്ദേഹം ദോഹയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഖത്തർ ന്യൂസ് ഏജൻസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും ട്വിറ്റർ അക്കൗണ്ടും ഹാക്ക് ചെയ്ത് ഖത്തർ അമീറിന്റെ പേരിൽ വ്യാജ പ്രസ്താവനകൾ പ്രചരിപ്പിച്ചത് രാജ്യത്തിനെതിരായ നീക്കങ്ങളുടെ ഭാഗമായാണ് കാണുന്നതെന്ന് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയം ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. രാജ്യാന്തര നിയമ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി സംഭവത്തിലെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. GCC അയൽ രാജ്യങ്ങളുമായുള്ള ഖത്തറിന്റെ ബന്ധം മോശമാക്കാനുള്ള നീക്കങ്ങളാണ് ഇതിനു പിന്നിലുള്ളത്. എന്നാൽ അയൽ രാജ്യങ്ങളുമായി സംഭവത്തിന് ശേഷം സൗഹൃദ ആശയവിനിമയങ്ങൾ നടന്നു വരുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. The cyber attack against the news agency and nothing being raised. We had a fruitful discussion, very positive about the relationship between the Gulf countries. അമേരിക്കയുമായും ഖത്തറിന് മികച്ച നയതന്ത്ര സൗഹൃദ ബന്ധമാണുള്ളത്. ഈ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ പുതിയ സാഹചര്യങ്ങൾക്ക് സാധിക്കുമെന്ന് കരുതുന്നില്ല. അപ്രതീക്ഷിതമായ ഇലക്ട്രോണിക് ആക്രമണമാണ് നടന്നത്. ഖത്തറിനെതിരെ മാധ്യമങ്ങളിൽ വിദ്വേഷ പ്രചാരണം നടന്നു വരുന്നുണ്ട്. പ്രധാനമായും അമേരിക്കൻ മാധ്യമങ്ങളാണിത് ഏറ്റുപിടിച്ചിരിക്കുന്നത്. ഏതാനും ആഴ്ചകൾക്കിടെ 13 എഡിറ്റോറിയലുകളാണ് ഖത്തറിനെതിരെ പടിഞ്ഞാറൻ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. Q&A വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ട ദിവസം തന്നെ ഖത്തർ വിഷയം ചർച്ച ചെയ്യാനായി ഒരു കോൺഫറൻസ് വിളിച്ചു ചേർക്കപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തിന്റെ പ്രാതിനിധ്യമില്ലാതെ യോഗം നടന്ന അതേ ദിവസം തന്നെയാണ് വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടത്. അമീറിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട വാർത്ത വ്യാജമാണെന്ന് മനസ്സിലായിട്ടും ചില ഗൾഫ് മാധ്യമങ്ങൾ അവ പ്രസിദ്ധപ്പെടുത്തിയത് ആശ്ചര്യമുണ്ടാക്കുന്നതാണെന്നും വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു. സൊമാലിയൻ വിദേശകാര്യമന്ത്രി യൂസുഫ് ഉമറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുമന്ത്രിമാരും ദോഹയിൽ സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ താനി വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിച്ചത്. മുജീബ് റഹ്മാൻ, മീഡിയ 1 ദോഹ. റമദാൻ കാലയളവിലെ വാഹന പാർക്കിംഗ് സമയം അജ്മാൻ നഗരസഭ ക്രമപ്പെടുത്തി. രാവിലെ 9 മുതൽ 1 മണി വരെയും രാത്രി 8 മുതൽ 12 വരെയുമാണ് പാർക്കിങ്ങിന് തുക ഈടാക്കുക. ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 8 വരെ സൗജന്യമായിരിക്കും. കൊച്ചി കേന്ദ്രമായുള്ള ഇഫ്താർ ഹോട്ടൽ ഗ്രൂപ്പിന്റെ ഗൾഫിലെ ആദ്യ ശാഖ മസ്കത്തിൽ തുറന്നു. അപകടകരമായ ടേസ്റ്റിംഗ് പൗഡറുകളും അനാവശ്യമായ രസക്കൂട്ടുകളും ചേർക്കാതെ മലബാറിന്റെ യഥാർത്ഥ രുചി പകർന്നു നൽകുന്ന വിഭവങ്ങളായിരിക്കും തങ്ങളുടെ പ്രത്യേകതകളെന്ന് സ്ഥാപകോടമകൾ പറയുന്നു. 4 വർഷം മുമ്പ് എറണാകുളം ഇടപ്പള്ളിയിൽ ആരംഭിച്ച ഇഫ്താറിന്റെ 7ാമത്തെ ശാഖയാണ് മസ്കത്തിലേത്. മാനേജിംഗ് പാർട്ണർമാരായ ടി മുനീർ, കെ അഷ്റഫ്, പാർട്ണർമാരായ MK അസീസ് ബഡേക്കണ്ടി, മുനീർ പാലക്കണ്ടി, CH ഫൈറോസ്, കെ സിറോജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെൽഫെയർ കേരള ഫഹാഹിൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മംഗഫ് നജാത്ത് സ്കൂളിലെ ഇൻഡോർ കോർട്ടിൽ നടന്ന മത്സരത്തിൽ കുവൈത്തിലെ വിവിധ മേഖലകളിൽ നിന്നായി 25ഓളം ടീമുകൾ പങ്കെടുത്തു. ബാഡ്മിന്റൺ മത്സരത്തിന്റെ എല്ലാ ആവേശവും നിറഞ്ഞുനിന്ന ഫൈനലിൽ രസിപ്പിക്കുന്ന പോരാട്ടത്തിലൂടെ സാജിദ് AC സതീഷ് സഖ്യം സലീം പടന്ന നവാസ് സഖ്യത്തെ പരാജയപ്പെടുത്തി. വിജയികൾക്കുള്ള സമ്മാനദാനവും ക്യാഷ് അവാർഡും വിതരണം വെൽഫെയർ കേരള കുവൈത്ത് കേന്ദ്ര വൈസ് പ്രസിഡന്റ് അനിയൻ കുഞ്ഞും, റണ്ണേഴ്സ് അപ്പിനുള്ള ബഹാറ മേഖലാ പ്രസിഡന്റ് യൂനുസ് കോനാത്ത്, മേഖലാ സ്പോർട്സ് കൺവീനർ അജിത്ത് എന്നിവർ സമ്മാനിച്ചു. ഇന്നത്തെ മീഡിയ സ്റ്റവർ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം. ഗുഡ് നൈറ്റ്.